എനിക്ക് പേഴ്സണലി എന്റെ കട അടപ്പിക്കണം എന്നാണ് ആഗ്രഹം. അതുപോലെ പിന്നെന്താ നിങ്ങൾക്ക് പേഴ്സണലി കട അടപ്പിക്കണം എന്നല്ല ആഗ്രഹം ഉണ്ടോ? നിങ്ങൾക്ക് ഉണ്ട് പേഴ്സണലി. ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ച കുടുംബത്തിന് ദേഹാസ്വസ്ഥ്യമുണ്ടായി. 3 വയസ്സുകാരി ഛർദി മൂലം ആശുപത്രിയിൽ ചികിത്സയിലുമായി. ഈ വിഷയം വീട്ടോടെ കിട്ടി, എവിടുന്ന് കിട്ടി ഇവർക്ക് ഇതിന്റെ വിഷയം? ഹായ്, ഞാൻ നിങ്ങളുടെ ബുഹാരി. അപ്പോ ബ്രാൻഡിന്റെ പേര് വെച്ചിട്ടുള്ള ഒരുപാട് ഹോട്ടലുകൾ നടത്തുകയും പൂട്ടിന്നും പഴയ ഭക്ഷണം എന്നല്ല, വൃത്തിഹീനമായ സാഹചര്യം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പബ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ഒരാളെ ഇനി ഒരു സ്ഥാപനമായിട്ടോ അല്ലെങ്കിൽ അയാൾ തന്നെ പുറത്തിറങ്ങാൻ പാടില്ല, ആ രീതിയിലുള്ള പരസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് ഈ വിശദീകരണം തരണം എന്ന് വെച്ച് കഴിഞ്ഞാല് 2 കൂട്ടർ എനിക്ക് സംതൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. ഒന്ന്, എന്റെ ഭക്ഷണം കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് അകലെ 100 കിലോമീറ്റർ വാഹനം ഓടിച്ചിട്ട് ആഴ്ചയിൽ 1-2 പ്രാവശ്യം വന്നിട്ട് എന്റെ ഫുഡ് റെക്കമെൻഡ് ചെയ്ത ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഒന്ന്. 2, എന്റെ മക്കള് അല്ലെങ്കിൽ എന്റെ ഫാമിലി അവര് നാളെ വലുതാവുമ്പോ ഞാനെങ്ങാനും പടത്തിലായി കഴിഞ്ഞാല് അവരോട് ചോദിക്കില്ല, നിങ്ങളുടെ വാപ്പ പഴയ ഭക്ഷണം കൊടുത്തിട്ടല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണം തല്ലിപ്പൊളി അല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് വേണ്ട തെളിവ് ഞാൻ ഇട്ടിട്ട് പോണേ. ഞാൻ കുറെ ചിന്തിച്ചു നോക്കി. ഇതിൽ വരുന്ന പല ആളുകളും ഉദ്യോഗസ്ഥരൊന്നും എന്റെ ശത്രുക്കളില്ല, അതാദ്യം പറയാം. നിങ്ങള് ഒരു ഒഴുകി വരുന്ന ഒരു നദിയെ തടഞ്ഞു നിർത്തി എന്താ ഉണ്ടാവുക? അത് ഡാമായി രൂപാന്തരപ്പെടും. അപ്പൊ നിങ്ങളൊക്കെ അറിഞ്ഞറിയാദ്യം ചെയ്ത പല പ്രവർത്തനങ്ങളെ കൊണ്ട് പടച്ചവന്റെ ഒരു അതിയായ കൃപ കൊണ്ടും ഞാനൊരു ഡാമായി രൂപപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം അത്രയും ശക്തമാവാൻ എനിക്ക് സാധിച്ചു. ഒരുപാട് ഇനിയും നിയമപരമായിട്ട് നല്ല രീതിയിൽ നടത്താൻ പഠിച്ചു. പിന്നെ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ പഠിച്ച് എക്സ്പീരിയൻസ് എടുത്ത് അങ്ങനെ വന്ന ആളാണ്. അപ്പോ ചില നിയമവശങ്ങൾ എനിക്ക് അറിയില്ല എന്നുള്ളതും ഞാനത് പഠിച്ചിരുന്നില്ല എന്നുള്ളതും എന്റെ തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഒരു ബിരിയാണി കുക്കായി പോകുക എന്ന് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് എന്റെ ലക്ഷ്യത്തില് ഇതൊക്കെ പഠിച്ചെടുക്കേണ്ട കാര്യം നടന്നില്ല. പിന്നീട് കൊറോണയ്ക്ക് എവിടെ പോകാൻ പറ്റാതായപ്പോ ഞാനൊരു വീണ്ടും റെസ്റ്റോറന്റ് തുടങ്ങി. അത് സക്സസ് ആയി, ഹെവി സക്സസ് ആയി. മറ്റുള്ള ബ്രാൻഡുകൾ, കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന പല ബ്രാൻഡുകളും ചുരുങ്ങിയത് 20 മുതൽ 40 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയ അത്രയും പേരും പ്രശസ്തിയാണ് ഞാൻ 1 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പൊ പറയില്ലേ, പെറ്റ തള്ളക്ക് സൈക്കിളില്ല മോനെ. അതേപോലെ എന്റെ വളർച്ച അല്ലെങ്കിൽ എന്റെ ആ ഫുഡ് അല്ലെങ്കിൽ ആ ക്വാളിറ്റി ഞാനത് കഷ്ടപ്പെട്ട് പഠിച്ച് ഉണ്ടാക്കിയതാണ്. അതിന്റെ ക്വാളിറ്റി ഇല്ലാണ്ടിരിക്കില്ലല്ലോ. പക്ഷെ അത് പല ആളുകൾക്കും സഹിച്ചിരുന്നില്ല. അപ്പോ സഹിക്കാതിരുന്നൊരു കാര്യമൊന്നുമില്ല, കാരണം മാറ്റം വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിലുള്ള ഓരോ കാര്യങ്ങൾ ഇനി ഞാനത് പറയാതിരുന്നിട്ട് കാര്യമില്ല. അതുപോലെ എന്നെ ഫോളോ ചെയ്യുന്നവർ പലരും എന്റെ പല വീഡിയോസ് വരുമ്പോൾ അതിന്റെ അടിയിൽ കമന്റുകളിൽ ഇയാളുടെ പല തവണ കൂട്ടിച്ചാണ് ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് വായിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഈ ആകെ 2-3 കൊല്ലം കൊണ്ട് മൊത്തം 7 വർഷമാണെങ്കിലും ഈ ഒരു കൊറോണ സംബന്ധിച്ച് ആ സെക്കൻഡ് വേവിനോട് കൂടിയിട്ടാണ് ഞാനൊരു ഹോട്ടൽ പ്രസ്ഥാനമായിട്ട് വരുന്നത്. പിന്നെ 10 ആള് എന്നെ അറിയുന്നവർ അറിഞ്ഞോട്ടെ എന്നുള്ള, എന്റെ കൂട്ടുകാരും ഇവരൊക്കെ അറിഞ്ഞോട്ടെ എന്നുള്ള രീതിയിലാണ് എന്റെ തലയുടെ കൊച്ചായ ഒരു ഡിസൈനും ബുഹാരിസ് എന്നുള്ള ഒരു പേരും വെച്ചത്. കാരണം ഞാൻ പണ്ട് മാർഷൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. കണ്ടമാനം ആളുകൾക്ക് എന്നെ അറിയാം. അപ്പൊ ആ രീതിയിൽ പെട്ടെന്ന് ആളുകൾ അറിഞ്ഞാൽ എനിക്ക് 10,000 ശിഷ്യന്മാരും ഉണ്ടാകും. അപ്പൊ അവരൊക്കെ അറിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ബിസിനസ് കിട്ടുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ എന്റെ തല വെച്ച് തന്നെ ഒരു ഡിസൈൻ ഉണ്ടാക്കി. അത് ക്ലിക്കായി പോയി. പഞ്ചായത്തിലേക്കൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പഞ്ചായത്തിലെ എല്ലാ പേപ്പറും നമുക്ക് കൃത്യമായി കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ലൈസൻസ് തരുള്ളൂ. അപ്പൊ പഞ്ചായത്ത് ആക്ടില് ഈ ഉദ്യോഗസ്ഥന്മാര് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് എല്ലാ പേപ്പറും കൃത്യമാണെന്ന് പരിശോധിച്ചിട്ടുണ്ട്. റെസീപ്റ്റ് തന്നാൽ പിന്നീട് നമുക്ക് സ്ഥാപനത്തിന്റെ ലൈസൻസ് തന്നിട്ടില്ലെങ്കിൽ 1 മാസം കഴിഞ്ഞാൽ അത് ലൈസൻസ് ആയി കിട്ടിയതായി പരിഗണിക്കണം എന്നാണ് ഹൈക്കോടതി ഉത്തരവ്. ഇതൊന്നും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞോളുന്നില്ല. അങ്ങനെ എന്നെ എന്താ പറയാ, ദരിദ്രമാണ്. എനിക്കെതിരെ അവര് തന്നെ, പഞ്ചായത്തിലുള്ള ആളുകളും സെക്രട്ടറിയും മറ്റുള്ള ആളുകളും എല്ലാവരും എല്ലാ ഡിപ്പാർട്ട്മെന്റും കൊണ്ട് പരാതി കൊടുക്കലായിരുന്നു. ഒന്ന്, ഞാൻ ചോദിച്ച പൈസ പിരിവിന് കൊടുത്തില്ല. ഇതിപ്പോ ഞാൻ ആരും ശത്രുവായിട്ട് കണക്കാക്കില്ല. കാരണം എന്താ പറയാ, തീയിൽ കൊടുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയാം. അപ്പൊ കൂടുതൽ എന്നെ നിങ്ങളെല്ലാവരും ശക്തമായ ഒരു ഇതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഞാൻ എന്റെ കംഫർട്ട് സോണിൽ മാത്രം ഇരുന്ന് ഞാൻ പൊട്ടിച്ച് ഇപ്പൊ ഞാൻ 100 കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന, അല്ലെങ്കിൽ സംരംഭകരും പരാജയപ്പെട്ടവർ വിജയിപ്പിക്കുന്ന ഇതിലേക്ക് എനിക്ക് എന്റെ കഴിവ് വർദ്ധിപ്പിക്കാൻ സാധിച്ചു.
അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സർക്കാരായാലും പഞ്ചായത്തായാലും ചെയ്ത് നല്ല കാര്യമാണ്. പക്ഷെ എനിക്ക് എന്റെ ഭാഗം ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ രണ്ടു കൂട്ടരെ ഞാൻ എന്ത് ചെയ്യണം, ഒരു തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലെ ഒന്നാമത് ഈ വീഡിയോ വേണം. എല്ലാ പേപ്പറും കൃത്യമായിട്ട് കൊടുന്നു കൊടുത്തിട്ട് ഒരു മാസത്തിന്റെ ഉള്ളിൽ ലൈസൻസ് തരാതെ ആ റെസിപ്റ്റ് വന്നിട്ട് അത് ഹൈക്കോടതി ഓർഡറുള്ളതാണ്, അത് നിയമമാണ്, നിങ്ങൾക്ക് ലൈസൻസ് ആയിട്ട് കണക്കാക്കണം എന്നിട്ട് വന്ന് ചോദിച്ച ആൾക്കാരാണ്. അത്രയും വിവരമില്ലായ്മ പറയല്ല സുഹൃത്തെ. ഞങ്ങൾ വെച്ചോളാം, ഇല്ലെങ്കിൽ ഞങ്ങൾ വെച്ചോളാം. ഇപ്പൊ FSSAI കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുതുക്കാൻ 5000 രൂപ ഞങ്ങൾ അടച്ചിട്ട് ചെയ്തോളാം. ഞങ്ങൾക്ക് ഒരിക്കൽ FSSAI കിട്ടി ഞങ്ങൾ ചെയ്തോളാം. പിന്നെന്താ, നിങ്ങൾക്ക് പേഴ്സണലി കട അടപ്പിക്കണം എന്ന് വല്ല ആഗ്രഹം ഉണ്ടോ? നിങ്ങൾക്ക് ഉണ്ട് പേഴ്സണലി? ഓക്കെ, അത് മതി. കക്കൂസ് ടാങ്കിൽ നിന്ന് മാറ്റി വിടുന്ന ഇവർക്ക് നടപടി നിങ്ങൾ ചെയ്തോളൂ. ഞങ്ങളുടെ ടാങ്കിൽ നിന്ന് പോകുന്നില്ല. നിങ്ങൾ ആ ടാങ്ക് കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് 15,000 രൂപ നിങ്ങൾ അതിന്റെ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ മൊത്തത്തിൽ ആ കുഴിയിൽ എന്നെ കൊടുത്ത് ഇറക്കും നിങ്ങൾ ആലോചിക്കണമായിരുന്നു. ആയിക്കോട്ടെ. ബിൽഡിങ്ങിന്റെ കക്കൂസ് ടാങ്കിൽ നിന്നാണ് കുളത്തിലേക്ക് പോകുന്നത്. നിങ്ങൾ റിപ്പോർട്ട് അടിസ്ഥാനത്തില് ചെയ്തോളൂ. ഓരോ പാർട്ടിക്കാർക്കും പറയണ പൈസ ഞാൻ കൊടുത്തില്ല, ഞാൻ കുറവ് കൊടുത്തുള്ളൂ. വേണ്ടേ? അതന്നെ ഞാൻ പറഞ്ഞത്. ഇതായിരിക്കുന്ന ആള് ഇവിടെ ആ കാശ് വാങ്ങിച്ചതിന്റെ മുമ്പിൽ ഞാൻ മാനിയൊക്കെ അല്ല അതങ്ങനെ തന്നെയാണ്. മനസ്സിലാവണ്ട കാശ് കണ്ടിട്ടില്ല. ഈ എന്താ കാശ് അറിയില്ല എനിക്ക്. ആയിക്കോട്ടെ. സാറന്മാര് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. ഇവന്റെ സംബന്ധിച്ച ആവശ്യത്തിൽ ഇപ്പൊ സ്ഥാപനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിട്ടുണ്ട്, ഗവൺമെന്റ് ഉണ്ട്. ആ ഒരു റെസ്പെക്റ്റിലാണ് തെരഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് കൂട്ടിക്കൽ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് നിന്റെ കട വെച്ചുകഴിഞ്ഞാൽ കട അടപ്പിക്കണമെന്നാണ് ആഗ്രഹം. അതുപോലെ എന്നെ പൂട്ടിക്കണം, അതിനു വേണ്ടിയിട്ട്. അപ്പൊ അവര് ഈ ബിൽഡിങ്ങിന്റെ പൊതുവായിട്ടുള്ള ടോയ്ലറ്റ് സെക്ഷന്റെ ചേംബർ ഇരിക്കുന്നത് ബിൽഡിങ്ങിന്റെ ബാക്കിലാണ്. അതിന്റെ പിന്നിൽ ഒരു കുളമുണ്ട്. അപ്പൊ അതിൽ നിന്ന് വെള്ളം നിറഞ്ഞിട്ട് കുളത്തിലേക്ക് പോയി മലിനജലം. അതുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചു വരുത്തിയിട്ട് പഞ്ചായത്തും ഉദ്യോഗസ്ഥരാവാം, ഇടത്തെ ഭാഗത്ത് രണ്ട് മറ്റേ ഭരണകക്ഷിയിലുള്ള ഗുണ്ടകളുണ്ട്. അവരോടൊന്നും എനിക്കൊരു ശത്രുതയിലുണ്ട്. ഞാൻ അവർ ആദ്യമായിട്ടാണ് അവിടെ വെച്ച് കാണുന്നത്. എനിക്കറിയില്ല അവരുടെ ഉള്ള കാര്യം പറയാം. ഇപ്പോഴും എനിക്ക് അറിയില്ല, അവരുടെ ഡീറ്റെയിൽസ് അറിയില്ല. ഈ വീഡിയോയിലൊക്കെ വന്നു പോകുന്നുണ്ട് അവർ ഫേസ്. ഇത് ഞാൻ റെക്കോർഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ നമ്മളും റെക്കോർഡ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്കൊരു ശബ്ദം വരുന്ന സമയത്ത് ഒന്നും പറയാൻ തെളിവുകൾ ഉണ്ടാവില്ല. തെളിവുകൾ വേണം. അത് അംഗീകരിക്കുന്നവർ അംഗീകരിക്കട്ടെ. ഓക്കെ, അറ്റ്ലീസ്റ്റ് നമ്മളെ ഫാമിലിക്കെങ്കിലും സംതൃപ്തിയിലിരിക്കാലോ. ഏതെങ്കിലും കാലത്ത് യൂട്യൂബിലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കാണിക്കാലോ. വീഡിയോ ഫയലായിട്ട് നമുക്ക് വേറെ സേവ് ചെയ്ത് വെക്കാം, വേറെ ഹാർഡ് ഡിസ്കിലാക്കി വെക്കാം. അപ്പൊ അതിന്റെ ഭാഗമാണ്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് പേഴ്സണലി എന്നെ അടപ്പിക്കാനുള്ള പണികളാണ്. പിന്നെന്താ, നിങ്ങൾക്ക് പേഴ്സണലി കട അടപ്പിക്കണം എന്ന് വല്ല ആഗ്രഹം ഉണ്ടോ? നിങ്ങൾക്ക് ഉണ്ട് പേഴ്സണലി. കൈക്കൂലി പറഞ്ഞ പല രൂപത്തിലും മേടിക്കാലോ. അതിപ്പോ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇവിടെ മഴ പെയ്യുന്ന പോലെ സത്യമാണ് ആ കാര്യം.
അപ്പൊ അതിനിപ്പോ ഞാനായിട്ട് വലിയ മാറ്റമൊന്നും കൊണ്ടുവരാൻ എനിക്ക് സാധിക്കില്ല. അത് പല രൂപത്തിൽ പലരും ഈ ബിസിനസ്സുമായിട്ട് ചെയ്യുമ്പോൾ പല പിരിവ് എടുക്കും. നമ്മൾ കൊടുക്കേണ്ടി വരും, കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കൂട്ടിക്കാൻ പല വഴികളും എടുക്കും. അത് നമ്മുടെ നാടിന്റെ ഒരു കൾച്ചർ അങ്ങനെ. ഇനി വരുന്ന യുവതലമുറ അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മളെ കിറ്റെക്സിന്റെ 2020 പോലെ ഞാൻ അവിടെ പോയി സഞ്ചരിച്ചാണ്, വളരെ വ്യത്യാസമാണ്. അപ്പൊ ഈ മൊത്തം വീഡിയോയിലെ നിങ്ങൾ ഓരോ മിനിറ്റും വളരെ പ്രധാനപ്പെട്ട പല പോയിന്റ്സും പറയുന്നുണ്ട്. കൈക്കൂലിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ എന്നെ കൂട്ടിക്കുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. എന്നെ ആ ബിൽഡിംഗ് കൊണ്ട് കാണിച്ച അതിന്റെ മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നിന്ന് ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ കറക്റ്റ് ആണെന്ന് പറഞ്ഞ് ബോധിപ്പിച്ച മുന്നാര ഹോട്ടലിന് വേണ്ടിയിട്ട് ചെയ്ത് പൂട്ടിപ്പോയതാന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആ ടാങ്ക് കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് 15,000 രൂപ നിങ്ങൾ അതിന്റെ വാങ്ങിച്ചിട്ടുള്ളത്. ആ കുഴിയിൽ എന്നെ കൊടുത്ത് നടക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ എന്നെ കുഴിയിൽ ചാടിച്ചാളൂ. കാരണം അതൊക്കെ ഞാൻ തുറന്ന് നോക്കാതെ തുടങ്ങി എന്നുള്ളതാണ്. ഇതൊക്കെ അനുഭവപ്പാടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നവർക്ക്. അവരും അതെന്ത് ചെയ്യണം, വളരെയധികം ഉൾക്കൊണ്ട് വേണം ചെയ്യാൻ. കാര്യങ്ങളും ഡ്രൈനേജ് ഒക്കെ പരിശോധിച്ചിട്ടേ നമ്മൾ, കാരണം നമ്മൾ ഇതിന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി പൈസ മുടക്കണം. നമ്മൾ കടം വാങ്ങിച്ചും നമ്മളെ പ്രസ്റ്റീജും നമ്മളെ അഭിമാനവും നമ്മളെ സമയവും ലൈഫും ഒക്കെ ഇട്ടിട്ടാണ് ഒരു സംരംഭം നടത്തുന്നത്. വളരെ വളരെ വിഷമിച്ചിട്ടാണ് ഒരാള് ഒരു ബിസിനസ് സംരംഭം കെട്ടിപ്പടുക്കുന്നത്. അതിലൂടെ ഞാൻ എന്റെ ആദ്യമൊക്കെ പ്രസ്ഥാനം ചെയ്തപ്പോ ഞാൻ കണക്ക് നോക്കിയപ്പോ കടയുടെ അകത്ത് 35 ജോലിക്കാർക്ക് ഞാൻ ജോലി കൊടുത്തിരുന്നു എന്റെ ഇതുവഴി. കൊറോണ മൂലം ബിസിനസ് നശിച്ച കുറെ ആളുകൾ അവിടെ ഉണ്ടാവുന്നു. എന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, സാർ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി എനിക്ക് തരുമോ, പട്ടിണിയാണ്, എനിക്ക് തെണ്ടാൻ വയ്യാന്നോണ്ടാണെന്ന് അത്ര വിഷമിച്ചിട്ട് പറഞ്ഞ ആളുകളുണ്ട്. ഞാൻ അവർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനം അത് നാടിന്റെ നിലനിൽപ്പിന് അത് അത്യാവശ്യമാണ്. അപ്പോ ഈ മാറ്റർ ഉണ്ടല്ലോ, ഇനി അടുത്ത മാറ്ററിലേക്ക്. അപ്പോ ഒന്നാമത്തെ ശത്രുക്കൾ അവിടെ ഉണ്ട്, മനസ്സിലായില്ലേ? പിന്നെ അതിന് ശേഷമാണ് ഞാൻ തൃശ്ശൂരൊക്കെ പോയിട്ട് തുടങ്ങണത്. അവിടെ മോഹനൻ നായർ എന്ന് പറയുന്ന ഒരാളുടെ ബിൽഡിംഗ് ആണ്. ആ ബിൽഡിംഗ് ഇതേപോലെ സെക്കൻഡ് കൊറോണ കഴിഞ്ഞ് ആരും എടുക്കാതെ, അന്നത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സില് ഗ്യാപ്പിട്ട് ഇരിക്കാൻ പാടുള്ളൂ, ഗ്ലൗസ്, തൊപ്പി, ഇത് എല്ലാം ഇടണം, ഒരു ടേബിളിൽ ഒരാൾ വിട്ട് ഒരാൾ ഇരിക്കാൻ പാടുള്ളൂ. ഇങ്ങനത്തെ കണ്ടീഷനിലാണ് ഞാൻ ഹോട്ടൽ തുടങ്ങുന്നത്. എനിക്ക് ഫ്രീ ആയിട്ട് അത് പറഞ്ഞു, ആരുമില്ല, നടത്താൻ ആരും കിട്ടുന്നില്ല. അയാൾ നടത്തിയിട്ട് പാപ്പർ സൂട്ട് അടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാനത് എന്റെ ടെറസിൽ ഏറ്റെടുത്തു. മോഹനൻ നായർ ബുഹാരീസ് എന്ന് ഞാൻ പേര് വെച്ചല്ലോ. അവിടെ ബി ഫുഡ്സ് ഉണ്ടായിരുന്നു, നെറ്റിലൊക്കെ തപ്പിക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ ബിസിനസ് ശരിയായി വരുന്നില്ല. അപ്പോഴാണ് എന്റെ മുഖം ചിത്രം തന്നെ വെക്കണം എന്ന് പറഞ്ഞപ്പോ എന്താ ശരി, അത് വെച്ച ബിസിനസ് മാറി ശത്രുക്കളും കൂടി ഒന്നും പറയാം. ഓപ്പോസിറ്റ് സെന്റർ പോയിന്റിലായിരുന്നു ബുഹാരീസ്, ഇതിന്റെ ഓപ്പോസിറ്റ് ബി ഫുഡ്സ് ആയിരുന്നു. കേച്ചേരിയിലെ ഈ ഡ്രെയിനേജ് വിഷയങ്ങളും മറ്റുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം അടച്ചിട്ട് ഒരു കിച്ചൺ ആയതിനേഷം ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് തൃശ്ശൂർ തുടങ്ങിയിട്ട്, പിന്നെ തൃശ്ശൂർ റണ്ണിങ് ആണ്. അപ്പൊ ഈ കേച്ചേരിയിലുള്ള ഈ വിഷയങ്ങൾ ഇപ്പൊ കണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടിട്ട് അവര് നമുക്കെതിരെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവരവിടെ പരിശോധിച്ചപ്പോ നമ്മളടുത്ത് കിച്ചൺ കേച്ചേരിയിലില്ല, തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. കാരണം ഡ്രെയിനേജ് പെട്ടെന്ന് അറിയുമ്പോൾ അത് വലിപ്പിക്കണം, ഭയങ്കര സാമ്പത്തിക ചെലവാണ്. അപ്പൊ വളരെ എമർജൻസിക്ക് ചെയ്യാം. അപ്പൊ ഇവര് ഞങ്ങളോട് ചോദിച്ചു, അപ്പൊ ഭക്ഷണം ഇപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന ചോദിച്ചു. ഇല്ല, ഞങ്ങൾ തൃശ്ശൂർ കിച്ചണിൽ ഇങ്ങോട്ട് കൊണ്ടുവരാണെന്ന് പറഞ്ഞു. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടും കൊണ്ടുപോകാം. ഈ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ അവർക്ക് സഹിച്ചില്ല, തൃശ്ശൂർ സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ മൊത്തം പൂട്ടിക്കാം. 3 സ്ഥാപനമാണ് അതിന്റെ കീഴിൽ റൺ ചെയ്തിരുന്നത്. 3 പിന്നെ 4, ഒരു മുണ്ടൂരിലൊരു കട, അങ്ങനെ ചെയ്തിരുന്നു. 4 സ്ഥാപനം ഒന്നിച്ച് പൂട്ടിക്കാം, കാരണം ഒറ്റ കിച്ചണിലാണ് ഈ സാധനം വരണേ. അപ്പോ ഇതിനുള്ള അവിടെ എന്തെങ്കിലും ഒരു ബ്ലോക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് കേച്ചേരിയിൽ നിന്ന് കൊണ്ടുപോകാം. കാരണം കേച്ചേരിയിൽ ചെറിയ ഡ്രെയിനേജ് ആണ്. അപ്പൊ അത് കണ്ടമാനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിറയും. തൃശ്ശൂരിൽ അന്ന് ഉണ്ടാകുന്ന ബിൽഡിംഗ് കുറച്ചും കൂടെ നല്ല ഫെസിലിറ്റിയിൽ അവർക്ക് അപ്പോഴേ ചെയ്യുമ്പോഴേ ഹോട്ടലിന്റെ സെറ്റപ്പിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഉദ്യോഗസ്ഥരൊക്കെ കൂടിയിട്ട് ഒന്നാമത്തെ ശത്രുക്കള് നമുക്ക് അവിടെ ഉണ്ട്. അവര് നിരന്തരമായിട്ട് പല ഡിപ്പാർട്ട്മെന്റിലും പോയിട്ട് വരും, പല ആളുകളും. അപ്പൊ അത് ഞാൻ എന്റെ വേറെ മുമ്പത്തെ എപ്പിസോഡ് ഉണ്ട്, അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും ജോലിക്ക് വന്നിട്ട് പല ഉടായ്പും ചെയ്ത് അത് പിടിക്കപ്പെടുമ്പോ, അവർ വീഡിയോ ഒന്നും ഞാൻ ഔട്ട് ചെയ്തിട്ടുണ്ടാവില്ല, ഇതിൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഔട്ട് ചെയ്തിട്ടുണ്ട്. പിടിക്കപ്പെടുമ്പോ അവരൊക്കെ പിന്നെ നമുക്കെതിരെ പരാതികൾ കൊടുത്ത് നമ്മളെല്ലാം പേപ്പേഴ്സ് കൃത്യമാണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു 10ഓളം സ്ഥലങ്ങളിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് കടകള്. ഈ പേരിലും ഉണ്ട്, വേറെ പേരുകളിലും ഉണ്ട്. കാരണം നമുക്ക് അവർക്ക് ബിസിനസ് തന്നാൽ മതി. ഞാൻ ഈ കിട്ടിയ അറിവ് അവർക്ക് പറഞ്ഞു കൊടുക്കും, അവർക്കും അറിയില്ല. കൃത്യമായിട്ട് അവർക്ക് പാലിക്കാൻ നിർദ്ദേശിക്കും, കൃത്യമായി ചെയ്യുന്നതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല. പിന്നെ നമുക്ക് അറിവില്ലായ്മ നമ്മൾ പഠിക്കുക എന്നുള്ളതിനാണ് സൊല്യൂഷൻ.
വേറെ സൊല്യൂഷനും ഇല്ല. ഇനി നമ്മൾ മനസ്സിലാക്കുക, അറിവുള്ളവരോട് മനസ്സിലാക്കുക, അഡ്വക്കേറ്റിനോടാണെങ്കിൽ അവരോട് ചോദിക്കുക, അതിന്റെ ഫീസുകൾ അടയ്ക്കുക, കാര്യങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക, എല്ലാ പേപ്പേഴ്സും റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ അതൊരു ഭാഗം. അടച്ചാലും തുറക്കുന്ന അഴുകിയ അടുക്കള. തൃശൂരിൽ പൂട്ടിയ ഹോട്ടൽ അനുമതിയില്ലാതെ തുറന്നത് അടയ്ക്കണമെന്നാവശ്യപ്പെട്ട ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥയെ ഫോണിൽ ഭീഷണിപ്പെടുത്തി കട ഉടമ. 1 മണിക്കൂർ നാടകീയ രംഗങ്ങൾക്ക് ശേഷമാണ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഹോട്ടൽ വീണ്ടും പൂട്ടാനായത്. MG റോഡിലെ ബുഹാരീസ് ഹോട്ടലിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. സ്ഥാപനം പൂട്ടി നിങ്ങൾ ടാർഗറ്റിംഗ് ബേസിലാണ് പൂട്ടിയത്. ഇനി പൂട്ടിയതിനെ കുറിച്ചിട്ടാണ്. എന്നിട്ട് അവരവിടെ ഒട്ടിച്ചു വെച്ചൊരു നോട്ടീസ് കണ്ടോ, ഇവിടെ സെർവ് ചെയ്യാണ്ട് മറ്റേ എന്താ ഓപ്പോസിറ്റ് സെന്റർ മാളിന്റെ ഉള്ളിലുള്ള സെന്റർ പോയിന്റ് മാളിന്റെ ഉള്ളിലുള്ള സ്ഥാപനത്തിൽ തുറന്ന് പ്രവർത്തിക്കുന്നു. അത് കൃത്യമായ നിയമലംഘനം അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ പ്രവർത്തിക്കൽ തന്നെയാണ്. അപ്പൊ അതില് പറയുന്നുണ്ട്, ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്, ഇവര് ഇവിടെ ബോർഡ് വെച്ചിരിക്കുകയാണ്, ഇവിടെ വന്നു നോക്കിയപ്പോ ഭക്ഷണത്തിന്റെ ചെമ്പും കലകളും ഉണ്ട്. ശരിയാണ്, കട പൂട്ടിയിരിക്കുകയാണ്, കടയിൽ റണ്ണിങ് അല്ല. ഓപ്പോസിറ്റ് സെൻട്രൽ പോയിന്റിലുള്ള പാത്രങ്ങളിലൂടെയാണ് കഴുകുന്നത്. കട റൺ ചെയ്ത് വന്നിട്ടുള്ളൂ. അവിടുത്തെ പാത്രങ്ങളും ഇതൊക്കെ ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടാണ്. വാഷിംഗ് ഫെസിലിറ്റി ഒക്കെ ഈ ഒരു ബിൽഡിങ്ങിലുള്ളൂ, സെൻട്രൽ പോയിന്റിലില്ല. അത് വേറെ ലൈസൻസും വേറെ ഇതിലും വേറെ റൺ ചെയ്യുന്നു. ഇവര് ഈ പോലീസും മറ്റേ ഇവരൊക്കെ ഇട്ട് പത്രക്കാരൊക്കെ ഇട്ട് വന്ന് നോക്കിയപ്പോ അക്ഷരാർത്ഥത്തിൽ ഇവിടെ ബിസിനസ് ഇല്ല എന്ന് മനസ്സിലായി. പിന്നെ അവിടെ ഇരുന്നിരുന്ന പയ്യന അക്കൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു പയ്യനാ. അവന് ഒരു പക്ഷാഘാതം പോലെ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് പക്ഷാഘാതം പോലെ സംഭവിച്ചു. പിന്നെ കുറെ കാലമായിട്ട് സംസാരിക്കാൻ അവന് ശരിക്കും പറ്റില്ല. നടക്കുമ്പോ ഒരു മുടന്തലാണ്, കാരണം ഒരു ആക്സിഡന്റ് പറ്റി ബ്രെയിനിനൊരു ഇഞ്ചുറി പറ്റിയിട്ട് അവന് ആരും ജോലി കൊടുക്കുന്നില്ല. അപ്പൊ അവൻ എന്റെ അടുത്ത് നേരിട്ട് വന്നിട്ട് പറഞ്ഞേക്ക, അതും അറിയാലോ, കൊറോണ സെക്കൻഡ് വേവ് കഴിഞ്ഞ പ്രശ്നത്തിലുള്ള ഒരു സന്ദർഭമാണ്, അങ്ങനെ ആയി വരുന്നുള്ള ബിസിനസ് ഒക്കെ. ഒരു ജോലി എനിക്കൊന്ന് ചെയ്യുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ പറയാ പ്രശ്നം. അപ്പൊ ഇവന്റെ സംസാരം കേട്ട ആരും ഒരു ജോലിക്ക് പെട്ടെന്ന് വെക്കില്ല. ഞാൻ വിളിച്ചു വരുത്തി സംസാരിച്ചു, അവനായിട്ട് ഒരു ജോലി എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ജോലി കൊടുത്തു. അപ്പോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഹാൻഡ്ലിംഗ് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. ആൾക്കാരെങ്കിലും ഫുഡിനായിട്ട് വരുമ്പോൾ പറയും, ഇവിടെ മുടക്കാണ്, ഇവിടെ ഫ്രീസറിന്റെ മുകളിൽ ഇതൊക്കെ റിപ്പയറിങ് നടക്കുകയാണ്, നിങ്ങൾ അവിടെ പോയിട്ട് മേടിച്ചോളൂ. അപ്പൊ എപ്പോഴും ആ വീഡിയോ ഉദ്യോഗസ്ഥ പറഞ്ഞ ശ്രദ്ധിച്ച പഴയ ഭക്ഷണമൊന്നും അവിടെ ഇല്ല. അവര് അതിന്റെ മുന്നത്തെ ദിവസം ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടാൽ അതിൽ പറയുന്നുണ്ട്, ഞങ്ങൾ നിരന്തരം പരിശോധിക്കാൻ വരാറുണ്ടെന്ന്. തന്നെ ഇവിടെ 3-4 പ്രാവശ്യം ഇൻസ്പെക്ഷൻ വന്നിട്ടുണ്ട്. സന്ദർഭങ്ങളിൽ ഞാൻ വരുമ്പോഴെല്ലാം അസിസ്റ്റന്റ് കമ്മീഷണറെയോ അല്ലെങ്കിൽ സംഘമായിട്ട് മാത്രമേ ഞങ്ങൾ ഇവിടെ വരാറുള്ളൂ. പോരാത്തത് ഇവിടുത്തെ എന്താ പറയാ, ഭക്ഷണം കഴിച്ചിട്ട് വളരെ മോശം ഭക്ഷണം ഫ്രീസറിൽ നിന്ന് എടുത്ത് ചൂടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞൊരു പരാതി വന്നു. ഒറ്റയ്ക്ക് വരാറില്ല. അപ്പോ 2 ദിവസം കൂടുമ്പോ 2 ദിവസം കൂടുമ്പോ ഒരു പരിശോധനയ്ക്ക് ഡോക്ടർ എല്ലാവരും കൂടി വരും, പരിശോധിക്കും. പ്രത്യേകിച്ചൊന്നും കിട്ടില്ല. അങ്ങനെ കുറെ പരിശോധന കഴിഞ്ഞപ്പോഴാണ് അവര് ഫ്രീസറിന്റെ മോഡിയിൽ തുരുമ്പുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചത്, പൊട്ടിയിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ സത്യത്തിൽ അത് ബാക്ക് സൈഡ് തുറക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വന്നിരുന്നു. അവരൊക്കെ അത് പിടിച്ചു വലിച്ചപ്പോഴാണ് പൊട്ടിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ അവരത് വീഡിയോയിൽ പ്രത്യേകം കാണിക്കുന്നുണ്ട്, ഫ്രീസറിന്റെ ബോഡി കണ്ട പൊട്ടിയിരിക്കുന്നുണ്ടല്ലോ. ഫ്രീസർ ആഹാര സാധനങ്ങൾ കേടുകൂടാതെ വെക്കുന്ന ഫ്രീസറിന്റെ ഒരു കണ്ടീഷനാണ്. ഇതാണ് ഫ്രീസറിന്റെ കണ്ടീഷൻ. ഓക്കെ, തുറന്നു കഴിഞ്ഞാൽ ഇതിൽ റിപ്പയറിംഗ് ചെയ്യേണ്ട തന്നെയാണ്, ഞാൻ കുറ്റം പറയുന്നില്ല. പിന്നെ ഒരു വാഷ് ബേസിൻ കാണിക്കുന്നത് കണ്ടല്ലോ, ഭയങ്കര വൃത്തിഹീനമായിട്ടുള്ള വാഷ് ബേസിനാണ്. സിങ്കിന്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് നോക്കൂ. ആ സിങ്ക് എവിടെയാണ് ഇരിക്കുന്നത്? ഇവിടെ ഈ ഫുഡ് ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലമാണ്, അതിന്റെ അടുത്തുള്ള സിങ്കാണ്. അതിലത് ഉപയോഗമില്ലാത്തതാണ്, അത് അവിടെ അടിച്ചു മാറ്റേണ്ടതാണ്. കാരണം അവിടെ കുക്കിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോ വൃത്തിയില്ലായ്മല്ല, അതിന്റെ ഉള്ളും കാര്യങ്ങളൊക്കെ വൃത്തിയാണ്. പിന്നെ ഈ സ്റ്റീലിന്റെ ആ പാത്രം കുറെ കാലമായിട്ട് യൂസ് ചെയ്യാണ്ടിരുന്നിട്ട് അതിന്റെ മുകളില് നമുക്ക് അറിയുന്നവർക്ക് അറിയാം, ഒരു കറ പിടിക്കും. ആ കറ അതിന്റെ മുകളിലുണ്ട്, അത് കഴിയാൻ പോകുന്നതല്ല. അത് കാണിച്ചിട്ടാണ് പിന്നെ ചൂണ്ടിക്കാണി കണ്ടില്ലേ, അവരെ വാഷ് ബേസിൻ കണ്ടില്ലേ. പിന്നെ അതിലൊരു തുണി കാണിക്കുന്നുണ്ട്. ഈ തുണികളൊക്കെ കണ്ടോ? ഈ തുണികളൊക്കെയാണ് കുഴിമന്തി ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി മൂടുന്ന തുണികളാണ്. ഇതിന്റെയൊക്കെ ഒരു അവസ്ഥ നിങ്ങൾ അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കരിയൊക്കെ ഉള്ള പാത്രങ്ങൾ പിടിച്ചിറക്കാനും ചൂടുള്ള സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ പിടിക്കുന്ന ആ തുണിയാണത്. ആ തുണി കാണിച്ചിട്ട് പറയുന്നത് കണ്ടില്ല, വൃത്തിഹീനമായ തുണിയാണെന്ന്. പിന്നെ നിലം തുടക്കി പാത്രം പിടിക്കുകയൊക്കെ ചെയ്യുന്ന കരിയും പുകയൊക്കെ തട്ടിയിട്ടുള്ള സാധനങ്ങൾ പിടിക്കുമ്പോ ഉള്ള തുണി എങ്ങനെ ഇരിക്കും? ഈ തുണികളൊക്കെയാണ് കുഴിമന്തി ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി മൂടുന്ന തുണികളാണ്. അത് കഴുകിയാലും അതിന്റെ കരിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ ഉണ്ടാവും. അത് കറക്റ്റ് തന്നെ ഇരിക്കും. അത് ഓർത്ത് കൊണ്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത പ്രദർശനം അതടുത്തത്. പിന്നെ ആ വീഡിയോനെ ഇടയ്ക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഒരു പഴുതാരി അതുപോലെ തന്നെ ഫുൾ ആളുകൾ ഇരിക്കുന്ന ഒരു വിഷയം.
ഈ വിഷയം ഇവർക്ക് അവിടെ നിന്ന് കിട്ടി. എവിടെ നിന്ന് കിട്ടി ഇവർക്ക് ഇതിന്റെ വിഷയം? ഇതൊക്കെ എന്താ പറയാ, ഇവരന്ന് വന്നിട്ട് സത്യസന്ധമായിട്ട് അന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ കട റണ്ണിങ് അല്ല. അപ്പൊ ഈ വീഡിയോ എവിടുന്നാണ്, ഇത് ഏത് കടയാണ്, അത് അവർ ഉത്തരം പറയുന്നില്ല. ഞാൻ ചോദിച്ചു, പത്രസമ്മേളനം നടത്തിയതിനു ശേഷം ഒരാളും നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസ് പോലും ഇട്ടില്ല. ഞാൻ ആ വിഷയത്തിൽ തന്നെ ഒരു ക്ലിപ്പ് ഇതാ അപ്പൊ കാണിക്കും. കഴിഞ്ഞ ദിവസം ഈ ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ച കുടുംബത്തിന് ദേഹാസ്വസ്ഥ്യമുണ്ടായി. 3 വയസ്സുകാരി ഛർദി മൂലം ആശുപത്രിയിൽ ചികിത്സയിലുമായി. വീട്ടുകാരുടെ പരാതിയിൽ നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ശുപാർശ പ്രകാരമായിരുന്നു 18-ാം തീയതി ഹോട്ടൽ അടപ്പിച്ചത്. കൂടാതെ ഞാൻ നിരവധി പ്രാവശ്യമായി ചോദിച്ചിട്ടുണ്ട്, ആ 3 വയസ്സായ കുട്ടി, 3 വയസ്സായ കുട്ടി വയറ് നിറച്ച് ബിരിയാണി കഴിച്ച് ആശുപത്രിയിലാന്ന് ഒരു ഇടക്കിടക്ക് പറയുന്നുണ്ട്. സാധാരണ ഏത് പത്ര റിപ്പോർട്ടിലും അല്ലെങ്കിൽ ന്യൂസ് ചാനലിലും ആർക്കാണ് അപകടം പറ്റിച്ചെങ്കിൽ അവരെ പേര് വിവരങ്ങളും പറയാറുണ്ട്. അത് ഞാൻ പല രീതിയിൽ അന്വേഷിച്ച് നോക്കിയിട്ടും ഒരു ഐഡിയ ഇല്ല. കാരണം നുണ പറയണേ, അതുകൊണ്ടാണ് അവർക്ക് അത് വെളിപ്പെടുത്താൻ പറ്റാത്തത്. അത് ഉദ്യോഗസ്ഥരോടും ചോദിച്ചു, പത്രക്കാരോടും ചോദിച്ചു. നിങ്ങൾ ഈ ന്യൂസിന് നല്ലൊരു ബൂം കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടല്ലോ, 3 വയസ്സായ കുട്ടി ആശുപത്രിയിലാണ്. ആരാണ്, ആരുടെ കുട്ടിയാണ്? എന്താവട്ടെ, എല്ലാം പടച്ചവൻ കാണുന്നുണ്ടല്ലോ. പക്ഷേ ഉദ്യോഗസ്ഥരുടെ വിരോധമാണ് കാരണമെന്ന് ജീവനക്കാർ ആരോപിക്കുന്നു. സ്ഥാപനം പൂട്ടി നിങ്ങൾ ടാർഗറ്റിംഗ് ബേസിലാണ് പൂട്ടിയത്. അത് വേറെ ഏതോ കിച്ചനാ കാണിക്കുന്നത്, എന്നിട്ട് അതെന്റെ തലയില് പ്രത്യേകിച്ച് ദീപിക പേപ്പർ അങ്ങനെ വേറെ ഫോട്ടോ തന്നെ വെച്ച് പ്രിന്റ് ചെയ്ത് വന്നു. അപ്പോ അവര് ഭയങ്കരമായിട്ട് ഹിറ്റായി പത്രക്കാര്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങള് ഇനി ആ സമയത്തുള്ള വിഷയമാണ് അത് കാണിക്കാം. ഇത് കുറെ ആൾക്കാർ ഇരിക്കുന്നു. പിന്നെ പഴുതാരന്റെ ഒരു ബിരിയാണി കാണിച്ചിട്ട് അത് ഏത് കട, ഒന്നും മറുപടികളില്ല. കാരണം ആളുകളെ വൈബ്രേറ്റ് ചെയ്യാം. പിന്നെ അടുത്തത് ഒരു വീഡിയോ ഞാൻ ഇതിൽ ഉദ്യോഗസ്ഥര് അവരെ ഓഫീസിൽ പോയി. ഇത് അവിടെ ഇരിക്കണ യാതൊന്നും കണ്ടിട്ടില്ല. കട മേടിച്ച് ലോണം വെച്ച് 10-12 ലക്ഷം രൂപയ്ക്ക് മെഷീൻ ഓവൻ ഉണ്ടാക്കിയിട്ട് ആ ഓവനിലാണ് ഇത് ഒരു വ്യക്തിഹത്യാണ്. ഈ ബ്രാൻഡ് പരിപാലിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ചെയ്തിട്ടുള്ള കാര്യമായിട്ടാണ്. കാരണം അവർക്ക് ഏത് രീതിയിലെ പറഞ്ഞിട്ടില്ല. ആ സ്ഥാപനത്തിനൊക്കെ ഇത് പറഞ്ഞാൽ മതി, തൊട്ടപ്പുറത്ത് അവിടെ സ്ഥാപനമുണ്ട്, ഇവിടെ ഒരു സ്ഥാപനമുണ്ട്, സെൻട്രൽ പോയിന്റിലുണ്ട്, എല്ലാം ഡിഫറെന്റ് ആണ്. ബുഹാരീസ് എന്ന് പറയുന്ന പേര് മാത്രമേ ഉള്ളൂ. നമുക്ക് ഓരോ ജുഡീഷ്യൽ എന്ന് പറയുന്നത് അതാണ്. തീർച്ചയായിട്ടും വ്യക്തിഗത ഭക്ഷണം കിട്ടി നിങ്ങൾ പറ. ഇതിനു മുൻപ് മേഡം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, മുൻപ് ഈ മന്തിയുടെ എന്ന് പരിശോധിച്ചിട്ട് അല്ലല്ല തീർച്ചയായിട്ടും എടുക്കാറില്ലേ? അപ്പൊ മന്തി എടുത്ത് പരിശോധിച്ചപ്പോ എന്ത് നെഗറ്റീവ് റിപ്പോർട്ടാണ് കിട്ടിയത്, അല്ലെങ്കിൽ സേഫ്റ്റിക്ക് നിരക്കാത്ത എന്ത് പ്രവർത്തനം അത് പറയുന്നില്ല. ഞങ്ങൾ മുൻപ് എടുത്ത് പരിശോധിച്ചു, അടപ്പിച്ചു, അത് കാണിച്ചു. ഇതല്ലാതെ എന്താണ് നമ്മൾ സംസാരിച്ചത്? 3 വയസ്സായ ആ വീഡിയോ കണ്ടു നോക്കൂ സാറ്. ഒരു കാരണവശാലും എന്റെ നേരിട്ട് സംസാരിക്കാൻ തയ്യാറില്ല. കാരണം ആ സമയത്ത് ആ കട നടത്തിയിരുന്നു മോഹൻ നായർ എന്ന് പറഞ്ഞ ആളാണ് ഓണർ, കൃഷ്ണ എന്ന് പറഞ്ഞ ആളാണ് നടത്തിയിരുന്നത്. ഞാൻ അവിടെ സ്ഥലത്തില്ല. എന്റെ ഏത് ഇഷ്യൂ പറയുന്ന വീഡിയോ എടുത്ത് നോക്കിയാലും ഒന്നെങ്കിൽ എന്റെ കടയുടെ ബാനർ ഉപയോഗിച്ച് അവർ നടത്തുന്നുണ്ട്. മാന്യമായിട്ട് തന്നെ നടത്തണം, നല്ല ഭക്ഷണം തന്നെ കൊടുക്കാൻ ഞാൻ അനുവദിക്കാറുള്ളൂ. ഞാൻ ഇടയ്ക്ക് പോയി ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷേ അത് ഒരാളെ ചീത്ത പറഞ്ഞിട്ടേ അത് നന്നാക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. നമ്മൾ ആ റിപ്പോർട്ട് തന്നു, അവര് പറഞ്ഞു ഇതെങ്ങനെ നിങ്ങളുടെ ഫ്രീസർ മൂടി തുൽപ്പിടിച്ചിട്ടുണ്ട്, അത് നന്നാക്കാൻ തുറക്കാൻ പാടില്ല. പിന്നെ ടൈൽസ് അവിടെ പൊട്ടിയിട്ടുണ്ട്, അതും നന്നാക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, നോട്ടീസ് സ്വീകരിച്ചു, പണി നടക്കണം. അപ്പൊ അതിനിടയ്ക്ക് അവിടെ മറ്റുള്ള കടകളുടെ പാത്രം കൊടുത്ത് കഴുകാൻ പാടില്ല, അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫ് ഭക്ഷണം വെച്ച് കഴിക്കാൻ പാടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെയുള്ള സ്റ്റാഫ് മുകളിൽ താമസിക്കുന്ന അവര് താഴെ വന്നിട്ട് ഈ കിച്ചണിൽ തന്നെയാണ് അവർക്ക് വേണ്ട ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നത്. പക്ഷെ പത്രക്കാരും പോലീസിനൊക്കെ ആയിട്ട് മാഡം രാത്രി 7:30 വന്നപ്പോ അവിടെ സംഭവം പാളിയെന്ന് മനസ്സിലായി. പിന്നെ ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഷോ ആണ് സംഭവം. അത് വിജയിച്ചു വിട്ടാ. കാരണം നമുക്ക് സൈക്കോളജിക്കലായിട്ട് പറഞ്ഞാൽ നമുക്ക് ഫേമസ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളെ തെളിവിക്കുക. അപ്പൊ ആളുകൾ ശ്രദ്ധിക്കും. അവരെ കുറ്റം പറയാം, അപ്പൊ ആളുകൾ ശ്രദ്ധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫേമസ് ആവാനുള്ള ഒരു നല്ല വഴിയാണ്, നല്ല ഫേമസ് ആയിട്ടുള്ള. അപ്പോ തൃശ്ശൂരിനെ നോക്കിക്കഴിഞ്ഞാല് കാസർഗോഡ് ഒരു ലേഡി ഷവർമ കഴിച്ച് മരിച്ചു എന്നൊക്കെ പറഞ്ഞ സമയത്താണ് ഫുൾ റൈഡ്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കാസർഗോഡ് ചെറുവത്തൂരിൽ ദേവാനന്ദ എന്ന +2 വിദ്യാർത്ഥിനി ഷവർമ കഴിച്ച് മരിച്ചതിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തുകയും നിരവധി ഹോട്ടലുകൾ വൃത്തിഹീനമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്റെ കട ടാർജറ്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. 2 ദിവസം കൊണ്ട് പോകുന്നോണ്ടിരിക്കും. ഈ മാഡം അതിന്റെ 2 ദിവസം മുന്നേ
ആ വീഡിയോയിൽ തന്നെ ശ്രദ്ധിച്ച പറയുന്നുണ്ട് ഞങ്ങൾ ടെസ്റ്റിന് അയച്ചു. അങ്ങനെയാണ് 2 ആഴ്ച മുമ്പ് വീണ്ടും ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ കുഴിമന്തി എടുത്ത് സ്റ്റാറ്റ്യൂട്ടറി സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് ലാബിലോട്ട് അയച്ചിട്ട് മന്തിയുടെ ചിക്കൻ അയച്ചു, ടെസ്റ്റിന് അയച്ചു എന്നുണ്ട്. അപ്പൊ അതിന്റെ 2 ദിവസം മുന്നേ ഈ മാഡം വന്നപ്പോ ഞാൻ അന്ന് അവിടെ വന്നിട്ടുണ്ട്, ഞാനും വിസിറ്റിന് വന്നതാണ്. അപ്പൊ ഇവര് വന്നിട്ട് അവിടെ ആകെ പരിശോധിക്കുന്നു, ഒന്നും കിട്ടിയില്ല. അന്നാണ് ഈ നോട്ടീസ് കൊടുത്തത്. അല്ല, അതിന്റെ നെക്സ്റ്റ് ഡേ വന്നിട്ടാണ് അവര് നോട്ടീസ് വന്നിട്ട് കൊടുത്തിട്ട് പോയത്. അന്ന് അവര് 3 ഫുൾ മന്തി ചിക്കൻ എടുത്ത് പാക്ക് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു, മാഡം ഇങ്ങനെയൊക്കെ സാധനങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാനുള്ള അളവ് കൊണ്ടുപോകാം. ഇങ്ങനെയൊക്കെ സാധനങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഞങ്ങൾ ഈ ചിക്കൻ ഒരു ബില്ലടിക്കണം, ഇതിന്റെ ബില്ലെടുക്കും പറഞ്ഞിട്ട് ആ മാഡം അന്നാണ് എന്നോട് ആദ്യമായിട്ട് അവസാനമായിട്ട് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ, ബില്ല് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് സീൽ വെച്ച് കൊടുത്തു. ആ പൈസ വാങ്ങിച്ചതിന്റെ കലിപ്പു എന്റെ പൊന്നോ, നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള ലെവലിൽ ഒരു ഭീഷണിപ്പെടുത്തിട്ട് തന്നെ പോയത്. അത് മാഡം അറിയാതെയോ അറിയാതെയോ ആ ടി വിക്കാർക്ക് കുറച്ച് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ചാനലുകാർക്ക് എന്തെന്ന് ഞങ്ങൾ അവിടുന്ന് എടുത്ത് ടെസ്റ്റ് അയച്ചിരുന്നു. അങ്ങനെയാണ് 2 ആഴ്ച മുമ്പ് വീണ്ടും ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ കുഴിമന്തി എടുത്ത് സ്റ്റാറ്റ്യൂട്ടറി സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് ലാബിലോട്ട് അയച്ചിട്ട് അതിന്റെ മുന്നേ അവിടെ നിന്ന് ബിരിയാണികൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. എന്ത് ടെസ്റ്റാണ് ഇടക്കിടക്കിടക്ക് വലിയ ബിരിയാണി കൊണ്ടുപോകാം. ആ ഉദ്യോഗസ്ഥൻ നമ്പർ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാൻ ഇതിലേക്ക് ഇട്ടുതരാം. അത് വേറെ ഉണ്ട് ഫുഡ് ഡിപ്പാർട്ട്മെന്റിലെ. അത്രയും തല്ലിക്കുള്ള ഫുഡുകൾ കൊടുക്കണമെങ്കിൽ ആഴ്ചക്ക് 1-2 പ്രാവശ്യം അയാളെ മകനോ അത് ഫുഡ് ഇൻസ്പെക്ടർ തന്നെയാണ് വന്നിട്ട് നമ്മളെ കടയിൽ ബിരിയാണി മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പൈസ തരാറില്ല. തരാത്തോണ്ട് അല്ലാണ്ട് ഞാൻ പറഞ്ഞത് എന്റെ വിഷമം കൊണ്ട് പറയാം. കാരണം ഇത് ഞാൻ വെറും തട്ടിപ്പും അല്ലെങ്കിൽ വെറും വെട്ടിപ്പും ഈ തല്ലിപ്പൊളി ഭക്ഷണം കൊടുക്കുന്ന ആളായിട്ട് ചിത്രീകരിച്ചത് കൊണ്ട് പറയേണ്ടി വന്നതാണ്. ക്ഷമിക്കണം, നിങ്ങളോടൊന്നും ഒരിക്കലും ഒരു ശത്രുതയില്ല. എങ്കിലും എനിക്ക് എന്റെ സത്യം പറയാണ്ടിരിക്കാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ ഞാൻ മരിക്കണ വരെയും തല്ലിപ്പൊളിയുടെ ആളായിട്ട് ജനം കണക്കാക്കും. അപ്പൊ അത് ഞാൻ ആലോചിച്ചപ്പോ തുറന്ന് പറയേണ്ടതുണ്ട്. വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ. നമ്മളെ സത്യസന്ധമായ കാര്യങ്ങൾ ശേഖരിച്ച് വെച്ച തെളിവുകൾ കൊടുക്കണമെന്ന് തെറ്റില്ലല്ലോ. അപ്പൊ ആ വിഷയം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് കാണാം. ആ വിഷയം നമ്മളോട് കട്ട് ചെയ്തിട്ട് കുറച്ച് ഇട്ട് തരുന്നുണ്ട്. മാസം ഏകദേശം 2 മാസം കൂടുമ്പോൾ ഒരു കംപ്ലൈന്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇവിടത്തെ എന്താ പറയാ, ഭക്ഷണം കഴിച്ചിട്ട് വളരെ മോശം ഭക്ഷണം ഫ്രീസറിൽ നിന്ന് എടുത്ത് ചൂടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞൊരു പരാതി. പിന്നെ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, വേസ്റ്റ് ബക്കറ്റ്. പിന്നെ ഇവിടെ ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് ഇപ്പോഴും നോക്കാം. വേസ്റ്റ് ബാസ്ക്കറ്റ് ഒരിക്കലും തുറന്നു വെക്കാനായിട്ട് പാടുള്ളതല്ല. ഇവിടെ കുക്ക് ചെയ്യണം, ഇവിടെ ഈ വേസ്റ്റ് മുഴുവൻ ചെതറി കിടക്കണം, ഇവിടെ പാത്രങ്ങൾ. ഈ വേസ്റ്റ് ബക്കറ്റിൽ വേസ്റ്റ് കൊണ്ടിടും, അത് അടച്ചു വെക്കണം. കട റണ്ണിങ് ആണ്, നമ്മൾ അടച്ചു വെക്കണം. നിയമമാണ്. കട ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അടച്ചു വെച്ചാലും വെച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. അതിൽ കാണിക്കുന്നത് കുറെ തക്കാളി ചെയ്യുന്നതൊക്കെ അതിൽ കൊടുത്തിട്ടായിട്ട് വെജിറ്റബിൾ അങ്ങനെ കൊടുത്തിടും. ആവശ്യം കഴിഞ്ഞാൽ അടയ്ക്കും. റണ്ണിങ് ടൈമിലാണ് ഇത് അടച്ചു വെക്കണം. കാരണം മറ്റു ഭക്ഷണങ്ങളിലേക്ക് ഈച്ച അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇത് അവിടെ ഭക്ഷണ പാചകം ഇല്ല. അപ്പൊ റിപ്പയറിങ് നടക്കുകയാണ്. അപ്പൊ ഇവര് വന്നാണ് അത് വൈകിട്ട് ഇറങ്ങിയിട്ട. സാധാരണ 5:30 പോകുന്ന ടീംസാണ് ജോലി കഴിഞ്ഞിട്ട്. അപ്പൊ മാഡം പറയുന്നുണ്ട്, മാഡം അങ്ങനെ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വന്ന് നോക്കിയപ്പോ എന്താ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോ അവരുടെ അടുത്ത് തന്നെയാണ് ഓഫീസ്. നോക്കിയപ്പോ നമ്മളെ കടയിലെ ലൈറ്റ് കണ്ടു. അപ്പൊ ഇവരുടനെ ഇനിയൊന്നുമില്ല, ഹിംസാക്കണ്ടേ, എല്ലാവരും പിടിച്ചു വെച്ച് നോക്കിയപ്പോ കട റണ്ണിങ് അല്ല. നമ്മളീ പറ്റിന്ന് മനസ്സിലായപ്പോ പിന്നെ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ഇതാവൂലേ. അങ്ങനെ ഒരു വലിയ ന്യൂസാക്കി എടുത്താണ്. കുഴപ്പമില്ല, അത് പഠിച്ചവൻ മേലുണ്ട്, പഠിച്ചവൻ തന്നെ നോക്കട്ടെ. പക്ഷെ അവരുടെ ഓഫീസിൽ പോയിട്ട് നമ്മൾ സംസാരിച്ചു. അതിന്റെ നെക്സ്റ്റ് ഡേ അതിന്റെ അടുത്ത ദിവസം ഞാൻ വന്നു, സംസാരിച്ചു. ഒരു പ്രതികരണമില്ല. മാഡം നമ്മൾ വരുന്നുണ്ട്, മാഡം അവിടെ ഉണ്ടോന്ന് വിളിച്ചു വെച്ചിട്ട് പോയത്. മുമ്പിൽ അവിടെ മുങ്ങിക്കണം. ഞാനിപ്പോഴും ചോദിക്കുന്നു, ഒരു പ്രാവശ്യം എന്റെ മുമ്പിൽ ഇരുന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു വീഡിയോ എടുത്തിട്ട് ഒന്ന് സംസാരിച്ചിട്ട് അത് റിലീസ് ചെയ്യാം. അപ്പൊ സത്യങ്ങൾ കൊടുത്തിട്ട് അത്രേ ഉള്ളൂ. മാഡത്തിന് നമുക്ക് ഒരു ഇതുമില്ല, നമ്മളെ കണ്ടിട്ട് പോകില്ല. പക്ഷെ അന്ന് ആദ്യമായിട്ട് അവസാനമായിട്ട് ഞാൻ കാണുന്നത് അന്ന് ഫുൾ മന്തി ചിക്കൻ 3 പാക്ക് ചെയ്തപ്പോ മാഡം അത്യാവശ്യം കുറച്ചൊക്കെ സത്യം പറയുന്ന ആളായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യരുത്. അതൊക്കെ തെറ്റാണ്. അതൊക്കെ ദൈവികപരമായിട്ട് അതിന്റേതായ ശിക്ഷകൾ നിങ്ങൾക്ക് പഠിച്ചു വേറൊരു മാർഗത്തിലൂടെ. കാരണം ഒരാളുടെ ഭക്ഷണം, അയാളുടെ വരുമാനം എന്തെങ്കിലും കാരണം എന്തെങ്കിലും ശിക്ഷിക്കാം. ഇത് വെറും ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതലാണ്. പോട്ടെ. അപ്പോ ഇതിലുള്ള വീഡിയോയിലുള്ള ഓരോ ഭാഗവും ശരിക്കും മറ്റേ നമ്മൾ സാധാരണ ചിന്തിക്കില്ല. അപ്പോ ചെറിയൊരു ബിറ്റ് ഞാൻ പറയാണ്. KGF എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ബിറ്റില് വീട്ടില് AC വറക്കുന്നപ്പോ പുള്ളി ഹെലികോപ്റ്റർ മുകളിൽ കറക്കിച്ചിട്ട് ഇതാക്കുന്നുണ്ട്. ലോജിക്കില്ലാത്തൊരു സീനാണ്. കാരണം മറ്റേ ഹെലികോപ്റ്ററിൽ ഇറങ്ങുമ്പോൾ പപ്പടൊക്കെ പറന്നു പോകുന്ന സീൻ കാണിക്കുന്നുണ്ട്. സാധാരണ അത്രയും വലിയ കൂടിപതിയായിട്ടുള്ള ആളുകൾ ചെന്നിട്ടുണ്ടാവില്ലേ, അത് ഹെലികോപ്റ്ററുള്ള കാലഘട്ടത്തിൽ അത് അവർക്ക് പപ്പടം മുമ്പിലിട്ട് ഉണക്കിട്ട് വേണം. അപ്പൊ അത് കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞ പോലുള്ള സ്ഥിതിയാണ്. ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രം. ആളുകൾ ഇത് കാണുമ്പോൾ മൊത്തത്തില് പ്രശ്നക്കാരനാ എന്ന് ചിന്തിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഈ വിഷയങ്ങൾ. ഓക്കെ. അപ്പോ അതിലെ ഓരോരോ ഭാഗങ്ങളും വീഡിയോയിലെ ഓരോരോ ഭാഗങ്ങളും
സൂക്ഷ്മമായിട്ട് രണ്ട് ഭാഗം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അതിൽ കണ്ടുപിടിക്കാം. പിന്നെ ഇതില് നിരന്തര പരാതി, ഈ ഷുഹൈബ് തന്ന ഒരാള്, കുറെ ആളുകൾ ഉണ്ടെങ്കിലും അയാൾ എന്റെ കടയിൽ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, സർവീസ് സെക്ഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അയാളുടെ ഭാര്യ നമുക്ക് സ്ത്രീ ഒന്നുകൂടെ ഭയങ്കര ആരംഭമുണ്ടാക്കിയപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്തു. അപ്പോഴാണ് പറയുന്നത്, ആ പെണ്ണ് ഞാൻ ഇങ്ങനെ എന്നെ വിവാഹം പറഞ്ഞിട്ട് ഇയാള് ഒരു പരിപാടി ചെയ്ത് എന്റെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി, ഒരു കുട്ടിയുണ്ട്, ചെലവിനുള്ള ഒന്നുമില്ല, എന്നെ അനാഥമാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇയാൾ മുങ്ങി കിടക്കണം. അപ്പൊ പറഞ്ഞു ഇയാൾ ഇങ്ങനെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ വന്നതാണ്. അപ്പൊ ഞാനത് മാന്യമായി ഡീൽ ചെയ്യാന്ന് പറഞ്ഞപ്പോ പുള്ളി ഡീൽ ചെയ്തില്ല. അപ്പോ ഞാൻ ന്യായമായിട്ടുള്ള പക്ഷത്ത് ഞാൻ തന്നു. അപ്പൊ ലേഡിയുടെ ഭാഗത്തും ന്യായമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നിന്നായിട്ടുള്ള പരിപാടി നമുക്ക് ശരിയാവില്ല. അതുപോലെ തന്നെ എന്റെ സഹോദരിയോടും മോശമായിട്ട് പെരുമാറി. അപ്പൊ അതിന്റേതായ രീതിയിൽ ഞാൻ അതിനൊന്ന് കൈകാര്യം ചെയ്തിട്ടാണ് വിട്ടത്. അപ്പൊ അയാൾ എന്റെ വേറൊരു ചാനലുകാരി ഇന്റർവ്യൂ ചെയ്തപ്പോ അതിന്റെ ഇടയിൽ അയാൾ എന്നെ കൊണ്ട് അടിച്ചിട്ടുണ്ട്. തൃശ്ശൂരിലെ എല്ലാ ഓർഡറും ഞാൻ കൂട്ടിച്ചെന്ന്. കൂട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. പക്ഷെ ഞാൻ ആ ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ ഒരു വർഷമായിട്ടുണ്ട് തൃശ്ശൂരിലെ കടകളൊക്കെ തുടങ്ങിയിട്ട്. അവര് എന്നോട് 4 ലക്ഷം രൂപ അഡ്വാൻസും പിന്നെ 35,000 40,000 ഉള്ളിൽ മാറിയുണ്ടാവുന്നത് അത് 75,000 ആക്കണം എന്ന് പറഞ്ഞു. 2 കെട്ടിടത്തിൽ അതുപോലെ കൂട്ടണം എന്നുള്ള രീതിയിൽ സംസാരം വന്നപ്പോ ഞാൻ പറഞ്ഞു എന്നാ ശരി, ഞാൻ ചെയ്യുന്നില്ല. നിങ്ങളുടെ അറിഞ്ഞെടുക്കുന്ന കട എന്നെ ഏൽപ്പിച്ചു, ഞാനത് മറ്റൊരാളെ ഏൽപ്പിച്ച് അത് റൺ ചെയ്ത് പോകുന്നു. ഒരു ന്യായമായ രീതിയിൽ കാര്യങ്ങൾ നടത്തണമെങ്കിൽ നിങ്ങൾക്ക് അത് നടക്കും, ഇല്ലെങ്കിൽ അത് അത്രയും ഫ്ലോപ്പ് ആയിട്ടുള്ള സ്പോട്ടുകളാണ്, ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഞാൻ തുറന്നു പറഞ്ഞ് അത് അവിടെ അവസാനിപ്പിച്ചത്. അതിന്റെ വിശദമായ വിശദീകരണം ഞാൻ എന്റെ ചരിത്രം പറയുന്ന അതില് 6-7 എപ്പിസോഡിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. താല്പര്യമുള്ളവർ അത് കാണാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ പല റെസ്റ്റോറന്റുകളിലും കൂട്ടിക്കൽ പരിപാടിയൊക്കെ നടത്തിയിട്ട് റെയ്ഡ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത് ഈ വക ഹോട്ടലുകളിലോ ലിസ്റ്റ് പോലും പലപ്പോഴും വിടാറില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയപ്പോ എന്റെ ഈ പറഞ്ഞ കടയുടെ ബാങ്ക് വെച്ചിട്ടുള്ള ന്യൂസ് ഇന്റർനാഷണലായിരുന്നു. കാരണം തമിഴ്നാട്ടിൽ നിന്നും പല സ്ഥലത്തുനിന്ന് എനിക്ക് അതിന്റെ സ്ക്രീൻഷോട്ട്സ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും ഫേമസ് ആയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ പ്രവർത്തിക്കുന്നതിനെ കുറച്ച് എനിക്ക് അതിനനുസരിച്ചുള്ള ഗുണങ്ങൾ തരുന്നുണ്ട്. ഇപ്പോഴും അത്തരം പ്രശ്നങ്ങളും മറ്റും ഒക്കെ എന്നെ പിടികൂടിയപ്പോഴാണ് ഞാൻ കൂടുതൽ ചിന്തിക്കുകയും കൂടുതൽ പഠിക്കുകയും എന്താ പറയാ ഇവരെല്ലാരും കൂടി എന്നെ ഒരു ഡാം ആക്കിയിരിക്കുകയാണ്. ഇനി പറയേണ്ടില്ലല്ലോ. അപ്പോ ആ ഡാമിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് അതിശക്തമായിട്ട് വരും ഉറപ്പായിട്ടും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. അപ്പോ ഇതിലുള്ള വിഷ്വൽസും കാര്യങ്ങളൊന്നും ആരെയും ഹെർട്ട് ചെയ്യാനോ ബുദ്ധിമുട്ടിക്കാനോ അല്ല. ഇപ്പൊ ഇത് എന്തെങ്കിലും ഒരു ആ മേളം കാണാണെങ്കിൽ ബന്ധപ്പെടും, നമുക്കൊരു ഇന്റർവ്യൂ ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇടാം. അപ്പൊ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താണത്. അപ്പൊ അവിടെ നമ്മൾ പോയി സംസാരിച്ചപ്പോ ഉദ്യോഗസ്ഥരുടെ നിലപാട് ഞങ്ങൾക്കൊന്നും അറിയില്ലേ, അത് അങ്ങനെ അല്ലായിരുന്നു ഇങ്ങനെ അല്ലായിരുന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഞങ്ങളെ പോലുള്ള സ്ഥാപനങ്ങൾ നന്നായി നിങ്ങൾക്ക് കുറച്ച് പരസ്യങ്ങളും കിട്ടും. ഇപ്പോ എന്താ പറയാ ഈ നുണയും ഇതൊക്കെ പ്രചരിപ്പിക്കുന്നതിന് കുറച്ചും തന്നെ ദേശം മാറ്റി കളഞ്ഞിട്ടില്ലേ, യൂട്യൂബ് പോലുള്ള പല സംഗതികളും വന്നിട്ട്. കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഞാൻ നല്ല ഭക്ഷണം തരുള്ളൂ. എന്റെ ഒരു കടയിലും ഇപ്പൊ ഒരുപാട് ആൾക്കാർ വന്ന് നിന്ന് പഠിക്കുന്നുണ്ട്. പഴയ ഭക്ഷണം കൊടുക്കുന്ന പരിപാടി എനിക്കില്ല. ഓക്കെ, അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാനത് അങ്ങനെ ചെയ്യുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ദം ബിരിയാണി സെക്കൻഡ്സ് കൊടുക്കാൻ പറ്റില്ല. അത് മാരിനേറ്റ് ചെയ്ത ഫുഡ് ആണെങ്കിലും റോ ഐറ്റംസും ഒക്കെ മിക്സ് ചെയ്ത് വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് മിക്സ് ചെയ്യാം. സത്യമാണ്. സെക്കൻഡ് ഹാൻഡ് ഫുഡ് വേണോ, അത് ചൈനീസ് ഫുഡുകൾ കൊടുക്കാൻ സ്ഥലത്ത് പോയാൽ മതി. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് റെഡി ചെയ്താൽ ഏത് ഉദ്യോഗസ്ഥനും ഇഷ്ടം പോലെ കിട്ടും. കാരണം ചൈനീസ് എന്ന് പറയുന്ന എല്ലാ സാധനങ്ങളും ഒരു വിധ സാധനങ്ങൾ റെഡിയാക്കി ഫ്രിഡ്ജിലും ഫ്രീസറിലും നിറച്ചിട്ടുണ്ടാവും. അതെടുത്ത് സ്പോട്ടിൽ മിക്സ് ചെയ്ത് തരലാണ് ചൈനീസ് ഫുഡുകളുടെ മെയിൻ. ആയിക്കോട്ടെ, അപ്പോ നമ്മളിപ്പോ ആരും ബുദ്ധിമുട്ടിക്കാനോ നശിപ്പിക്കാനോ അല്ല നമ്മുടെ ഉദ്ദേശം. നല്ല ഭക്ഷണം കൊടുക്കുക, കൂടുതൽ ആളുകളെ ഇതിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തുക. അത് ഉദ്യോഗസ്ഥരും എല്ലാവരും ചെയ്യുക. വ്യവസായിയാണ് നാടിന്റെ നട്ടല് എന്ന് ഞാൻ പറഞ്ഞിട്ട് എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കണ്ട എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ അറിയിക്കുക. കമന്റ് ചെയ്യാതിരിക്കരുത്. ഓക്കെ, കുരി വെച്ച ഏറെ വീഴണം. സുഹൃത്തെ, ഒരു നിമിഷം.
നിങ്ങൾ ജോലി തിരയുകയാണോ? നല്ലൊരു ജോലിയാണോ നിങ്ങൾക്ക് ആവശ്യം? പാർട്ട് ടൈമോ ഫുൾ ടൈമോ? എന്ത് തന്നെ ആയാലും നിങ്ങൾ മുന്നോട്ട് പോകും തോറും സമയം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. സത്യമല്ലേ? ഭക്ഷണ പാചകം, അതുപോലെ അത് ചെയ്യുന്നത്, പാചകം ചെയ്യുന്നത്, അഥവാ ഒരു ഷെഫിന്റെ ജോലി, അത് നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതും നിങ്ങൾ അത് ചെയ്യുന്നതിൽ സന്തോഷവാനും ആണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഞാനൊരു അവസരം ഒരുക്കിയിരിക്കും. ചെറിയ ദിവസങ്ങളെ കൊണ്ട്, എന്ന് വെച്ചാൽ 7 ദിവസം അഥവാ 15 ദിവസം, ഇതിനകത്ത് നിങ്ങളെ ഞാൻ നല്ലൊരു ബിരിയാണി ഷെഫാക്കി മാറ്റും. അതെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അവസരമുള്ള ഒരു നല്ല തൊഴിൽ സാധ്യതയുള്ള മേഖലയാണ് ബിരിയാണി കുക്കിംഗ് എന്ന് പറയുന്നത്. നിങ്ങളൊരു കുക്കോ അല്ലെങ്കിൽ കുക്കാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് എന്റെ വെബിനാറിൽ പങ്കെടുക്കുക. അപ്പോ എങ്ങനെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഒരു ആക്ഷൻ എടുക്കുകയല്ലേ? ക്ലിക്ക്.